ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ സോയ ചങ്ക് കറിയാണ് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സോയ ചങ്ക് കറിയുമാണ്. അപ്പോൾ സോയ ചങ്ക് ആദ്യം നമ്മൾ ഒരു 20 മിനിറ്റ്സ് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർക്കണം കേട്ടോ. കുതിർത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ടത് വീർത്ത് വരും. ഞാനത് കുതിർക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കുതിർത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് ഇത്തിരി വലുതായതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് പാന് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഓൺ ചെയ്ത് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഞാൻ എടുക്കുന്നത് ഒരു 2 സവാള, ഒരു 2 ചെറിയ ടൊമാറ്റോ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്. അപ്പോൾ ആദ്യം എണ്ണ ചൂടാകുമ്പോഴത്തേലും കുറച്ച് റോ മസാലാസ്, ഒരു കറുവപ്പട്ട, ഒരു 2-3 ഏലക്ക, 2-3 ഇതിൻ്റെ പേരെന്താ, ഗ്രാമ്പു, ഇതും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ഇതായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് അതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ചെയ്തിട്ട് ഇല്ലാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് പേര് സോയ ചങ്കൊക്കെ കറി വെക്കാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ടല്ലോ, ഓരോരുത്തർ ഓരോ രീതിയിൽ വെക്കുന്നു. ഞാൻ എൻ്റെ രീതിയിൽ വെക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ കുറച്ച് കുറവായിരുന്ന പോലെ തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. അപ്പോൾ അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. പിന്നെ നിങ്ങളൊക്കെ വീഡിയോസ് കാണുന്നതിലും കമൻസ് അയക്കുന്നതിലും എന്നോട് എന്താ പറയുന്നത്, നല്ല നല്ല കമൻസൊക്കെ തരുന്നതിനെ ഓർത്ത് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇനിയും അതുപോലെ നിങ്ങൾ കൂടുതൽ കൂടുതൽ വീഡിയോ കാണുന്നതിലേക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ എന്നുവെച്ചാൽ വീഡിയോ ഒത്തിരി പേർക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ നമുക്കും ഒരു സന്തോഷമാണല്ലോ, നമ്മൾ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരു ലൈക്ക് കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഈ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി ചേർക്കാതെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് എണ്ണ ഭയങ്കര ഇങ്ങനെ പതഞ്ഞ് വരിക. അപ്പം അതിൽ എത്ര കുറച്ച് പേര് പറയുന്നുണ്ട് എണ്ണ പതഞ്ഞ് വരുന്നത് നല്ലതാണെന്ന്. പക്ഷെ എനിക്ക് ആ പത കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എണ്ണ മാറ്റി മേടിച്ചു. എന്നിട്ട് ഞാൻ ഇതിൽ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടോണേ. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുമുളക് പൊടിക്കൊക്കെ എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലിടുന്നത്. പിന്നെ ഗരം മസാലയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അപ്പോൾ അതാണ് ഇട്ടത്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുംജീരകം മുഴുവനെ ഉണ്ടെങ്കിൽ കുരുമുളകും പെരുംജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇല്ല പൊടി ഉണ്ടെങ്കിൽ പൊടി നേരിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതൊന്ന് അതിൻ്റെ റോ സ്മെല്ലൊക്കെ പോയതിന് ശേഷം ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ചെറിയ ടൊമാറ്റോയാണ് ഞാൻ ഇട്ടേക്കുന്നത്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണം മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാറില്ലേ, കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ടൊമാറ്റോ വെന്ത് വരും കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്തത് ചേർക്കുന്നത്.
പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ടായിരിക്കും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നമ്മുടെ ഇത് ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നതിന് ശേഷം ഞാനതിൽ ആ സോയ ചങ്ക് ഇട്ട് കൊടുത്തു കേട്ടോ. സോയ ചങ്കിൻ്റെ കൂടെ ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ, ഒരു വലിയ ഉരുളക്കിഴങ്ങാണേ, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കണം. അത് വെന്ത് വരാനായിട്ട് ഒരു 10 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ. പിന്നെ ഈ സോയാ ചങ്ക് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ആദ്യം കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ വീട്ടിലധികം ഉണ്ടാക്കാറും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഡാഡി വെജിറ്റേറിയനാണ്. അപ്പോൾ ഡാഡി എപ്പോഴും സോയ ചങ്ക് കഴിക്കും. അപ്പോഴും ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാണ് ഈ കഴിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല ടേസ്റ്റുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഒത്തിരി പ്രോട്ടീൻ ആഡഡുമാണ്. അപ്പോൾ സോയ ചങ്ക് വളരെ നല്ലതാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ബീഫൊക്കെ കഴിച്ച പോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ വെജിറ്റേറിയൻസ് ബീഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെയും സോയ ചങ്ക് കഴിച്ചിട്ടില്ലാത്തവർ സോയ ചങ്ക് മേടിച്ചിട്ട് കറി വെച്ച് നോക്കുക. ഇത് കറി വെക്കാനല്ല, ഇത് ഫ്രൈ ചെയ്യാം, ഇത് സോയ ചങ്ക് 65 ആക്കാം, ചില്ലി ആക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്കിത് വെക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വെച്ചാലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഞാനത് 10 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പത്തിൻ്റെ മാവ് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിരുന്നു. എന്നിട്ട് ഇപ്പോൾ അപ്പം ചുടുകയാണ് കേട്ടോ. പിറ്റേ ദിവസം അല്ല ഞാൻ അപ്പം ചുട്ടത്, കാരണം പിറ്റേ ദിവസം ഞാൻ ബ്രെഡാണ് ഇതാക്കിയത്. കാരണം എനിക്ക് 2 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു, നല്ല അസ്വസ്ഥത. അപ്പോൾ കിടപ്പായിപ്പോയി ഞാൻ. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാനിത് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടും അതെ, എനിക്ക് നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് പറ്റിയില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാനങ്ങ് കിടപ്പായിപ്പോയി. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന ദിവസം ഫുള്ളായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഹെൽത്ത് അനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പത്തിന് തലേദിവസം അരച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ അപ്പത്തിൻ്റെ മാവ്, പിറ്റേ ദിവസമല്ല അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ എടുത്തെടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു 2 ദിവസത്തേക്ക് അതിൽ കൂടുതൽ അപ്പത്തിൻ്റെ മാവ് ഞാൻ അരച്ച് വെക്കാറില്ല, കാരണം അപ്പം ഹാർഡായി പോവും. എന്നിട്ട് അതിലേക്ക് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന്, അത് അപ്പം ചുടുന്നതിന് മുന്നായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനൊന്ന് അപ്പം ചുടുവാണേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയതുകൊണ്ടാണ് അപ്പവും കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചത്. പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന അപ്പം നല്ല അപ്പമായിട്ടാണ് കേട്ടോ വരുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്, അങ്ങനെ ഹാർഡ് ആവാറില്ല. നമ്മുടെ ഈ അളവുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മിക്സ് തെറ്റുമ്പോഴാണ് അപ്പം ഹാർഡായി പോകുന്നത്. കറക്റ്റായിട്ട് നമ്മൾ അരിയും തേങ്ങയും ചോറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പെർഫെക്റ്റ് അപ്പം നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു. അപ്പോൾ അത് വൈകിട്ട് വരെ ഇരുന്നിരുന്നാലും അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോകത്തില്ല കേട്ടോ. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചത്. പിന്നെ ഇത് ഒത്തിരി പേർക്ക്, ഇപ്പം എൻ്റെ മക്കൾക്കാണെങ്കിലും അതെ, ഈ അപ്പത്തിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അരിയൊക്കെ അരയ്ക്കാനിടുമ്പോഴൊക്കെ അത് കാണിക്കുന്നതും ഇതാക്കുന്നതും. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അത് ഒരു എളുപ്പമായിരിക്കും. നമ്മൾ സ്ഥിരം ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പോൾ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടികളെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നും കാണിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത അപ്പത്തിനുള്ള മാവ് ഒഴിച്ചു, അത് കുക്ക് ചെയ്യാൻ വെച്ച് സമയത്തേക്ക് നമ്മുടെ ഈ സോയാ ചങ്ക് നന്നായിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക്
ഞാൻ കുറച്ച് കാഷ്യൂ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത് കഴിച്ചു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കാഷ്യൂ പേസ്റ്റും കൂടെ, കാഷ്യൂ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ കാഷ്യൂ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡിയായി വരികയാണ്. അപ്പോൾ ഇത് കാഷ്യൂ പേസ്റ്റും കൂടെ ഒഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ അപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ അപ്പം ഇവിടെ റെഡിയായിട്ട് വന്നു. അപ്പോൾ അതും മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അത് മാറ്റി അടുത്തത് ഇതാക്കാൻ പോകുന്നുണ്ട്. പിന്നെ അതപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോഴേക്കും അതിൻ്റെ ഉള്ള് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് ഞാൻ അതിൽ തന്നെ അങ്ങ് വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ ആദ്യം പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അത് കട്ടിക്കുള്ളത് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്തപ്പോഴത്തേലും അത് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ള് ഒഴിച്ചില്ല. കാരണം അപ്പോൾ ഒരുപാട് കറിയായി പോകും. ഇത് കുറച്ച് ഒരു സെമി ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ മുഴുവനും ഒഴിക്കാതിരുന്നത്. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിക്കാം. പക്ഷെ ഒഴിക്കുമ്പോഴത്തേൽ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കരുത്, ഫസ്റ്റായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേൽ നല്ല നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്ന കറികളിലെല്ലാം അത് കുറച്ച് തിക്നെസ് കൂടുതൽ പോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇത് ഞാൻ ചെയ്യുന്ന കറികളെല്ലാം ഞാൻ കുട്ടികളെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കും കൂടെ ഇഷ്ടപ്പെടുന്നതും കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എന്ന് വെച്ചാൽ ചില കുട്ടികളൊന്നും ചിലതൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അവർക്കും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനുള്ള കറികളും കൂടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കഴിക്കാത്ത കുട്ടികളും കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് അതിൽ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുകയാണ് ലാസ്റ്റായിട്ട്. ഇതൊക്കെ ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ആ ടൊമാറ്റോ ലാസ്റ്റ് നമ്മൾ ഈ ഗാർണിഷ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേൽ അതിൻ്റെ അകത്തുള്ള സീഡ് എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കറി കഴിക്കുമ്പോഴത്തേൽ അതൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് അപ്പവും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഞാനിങ്ങനെ കാണിച്ച് പോവുക കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴത്തേൽ കറിക്ക് ഒന്നുകൂടെ ഒരു നല്ല കളറും ടേസ്റ്റും വരും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തത്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ ടൊമാറ്റോ സീഡ് കളഞ്ഞിട്ട് അതും അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയായിട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴത്തേൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏറ്റവും അവസാനമാണ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേൽ അതിന് അത് നല്ല ഒരു എന്താ ഇപ്പോൾ പറയുക, അത് കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നല്ല ടേസ്റ്റാണ്. സത്യം അതൊരു ബീഫ് കറി കഴിച്ച സെയിം എഫക്റ്റാണ്. ലാസ്റ്റ് ഇനി ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.